ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമ്മളെല്ലാവരും കുറച്ച് ദിവസം മുന്നേ ഇറങ്ങിയ നമ്മുടെ മാരുതി സുസുക്കിയുടെ പുതിയ ജനറേഷൻ, അതായത് 4th ജനറേഷൻ സ്വിഫ്റ്റ് കണ്ടതാണ്. ആൻഡ് അതിൻ്റെ അകത്ത് അവർ അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയർ മൊത്തം മാറ്റി, എക്സ്റ്റീരിയറിലും ചെറിയ രീതിയിലുള്ള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവന്നു. ഈവൻ ദോ ജനറേഷൻ അപ്ഡേറ്റ് ആണെങ്കിലും ജനറേഷന് മാത്രം മാറ്റം വരുത്താനുള്ള അത്രയും ചേഞ്ചസ് ഒന്നും അതിൻ്റെ അകത്തില്ല. ഒരു ഏകദേശം ഒരു ഫേസ് ലിഫ്റ്റിൽ വരുത്താവുന്ന മാറ്റങ്ങൾ പോലെയാണ് ചെയ്തിരിക്കുന്നത്. ബട്ട് എനിവേ ഇതിനെ അവർ ജനറേഷൻ അപ്ഡേറ്റ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നമുക്കും അങ്ങനെ തന്നെ പറയാം. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വാഹനത്തിൻ്റെ അകത്ത് അവർ 4 സിലിണ്ടർ എഞ്ചിൻ മാറ്റി 3 സിലിണ്ടർ എഞ്ചിൻ ആക്കി എന്നുള്ളതാണ് എന്ന് നമുക്ക് ഒരു സൈഡിൽ നിന്ന് പറയാം. പക്ഷേ ബാക്കി മറ്റേ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല മൈലേജ് കൂടുതലാണ്. 25ൻ്റെ അടുത്ത് അവർ മാനുവലിൽ ക്ലെയിം ചെയ്യുന്നുണ്ട്, 26ന് താഴെ 25.75ൻ്റെ അടുത്ത് ഓട്ടോമാറ്റിക്കിനും ക്ലെയിം ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് റിയൽ ലൈഫിലും ഇപ്പോൾ കുറേ മൈലേജ് ടെസ്റ്റൊക്കെ വന്ന ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ വണ്ടി എങ്ങനെയൊക്കെ ഓടിച്ചാലും 15ന് മുകളിൽ തന്നെ കിട്ടുന്നുണ്ട്. ആൻഡ് അതല്ല നമ്മൾ മര്യാദയ്ക്കാണ് ഓടിക്കുന്നതെങ്കിൽ 20, 25, 30 വരെയൊക്കെ കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൈലേജിൻ്റെ കാര്യത്തിൽ ഇവർ വേറൊരു സംഭവമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഈ പുതിയ Z12E എന്ന് പറഞ്ഞ പേരിൽ. പക്ഷേ പവറൊക്കെ ഒബ്വിയസ്ലി താഴെ പോയിട്ടുണ്ട്. നമുക്ക് 80.5 bhp, അതായത് ഏകദേശം 82 PS പവറിനകത്ത് അടുത്താണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ തന്നെ ടോർക്കും കുറവാണ്, 111.7 ന്യൂട്ടൺ മീറ്റേഴ്സാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന എഞ്ചിൻ വളരെ പവർഫുൾ ആയിരുന്നു. വളരെ എന്ന് വെച്ചാൽ 89 PS അടുത്ത് പവറും 113 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കും ഉണ്ടായിരുന്നു. 0 to 100 ഫാസ്റ്റ് ആയിരുന്നു. ആ വണ്ടിയുടെ 0 to 100 ടൈമിങ് ഏകദേശം 11.5-12 സെക്കൻഡ്സിന് അടുത്തായിരുന്നു. ഈ വണ്ടിയുടെ 0 to 100 ടൈം മാനുവൽ ആണെങ്കിൽ ഏകദേശം 14 സെക്കൻഡ്സിന് അടുത്തെടുക്കും. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 16-17 സെക്കൻഡ്സിൻ്റെ ഒക്കെ അടുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഞാൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. സ്വിഫ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇഷ്ടം പോലെ ഇതിനു മുമ്പ് പറഞ്ഞാണ്. ഞാൻ ഈ എഞ്ചിനെ പറ്റി മാത്രം പറയാനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആക്ച്വലി ഉണ്ട്. കാരണം സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ബലേനോയിൽ പണ്ട് RS എന്ന് പറയുന്നൊരു വേരിയൻറ്റ് നമുക്കിവിടെ കിട്ടിയതാണ് 2017. ആ വണ്ടി അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് മനസ്സിലായില്ല എന്തിനാണ് ഞങ്ങൾ ഇത്രയും പ്രൈസ് കൂടുതൽ കൊടുത്ത് മൈലേജ് കുറഞ്ഞ ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിൻ എടുക്കുന്നതെന്നാണ് അന്നത്തെ കാലത്ത് ആൾക്കാർ ആലോചിച്ചത്. പറഞ്ഞു വരുമ്പോൾ അതൊരു ടെർബോ ആയിരുന്നു. 100 bhp 148-150 ടോർക്കിനെടുത്ത് അതിന് ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ അത് ആൾക്കാർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ആ വണ്ടി ഒരു വലിയ ഫ്ലോപ്പായിരുന്നു മാരുതിയുടെ അന്നത്തെ കാലത്ത് അവർ ഇറക്കിക്കൊണ്ടിരുന്ന വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് അവർക്ക് ചാൻസ് എടുക്കാനും താല്പര്യമില്ല. ഈ അടുത്ത് ഓട്ടോക്കാരൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സ്വിഫ്റ്റിലും അവർ 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ കൊടുക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്പോർട്ടി വേരിയൻ്റ് ഒന്നും ഇറക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. ഈ സ്വിഫ്റ്റ് പണ്ട് ഇറങ്ങിയ സമയം മുതലേ അവർ മാർക്കറ്റ് ചെയ്തിരുന്ന ഒരു സ്പോർട്ടി ഹാഷ് ബാക്ക് ആയിട്ട് ഫസ്റ്റ് ജനറേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള മോട്ടീവ് മാറ്റി. ഈവൻ അവർ ആദ്യമൊക്കെ ഇതിന് സ്പോർട്ടി ഹാഷ് ബാക്ക് ആയിട്ട് മാർക്കറ്റ് ചെയ്തെങ്കിലും ആൾക്കാർ വാങ്ങിയത് അങ്ങനെയല്ലായിരുന്നു. കൂടുതലും ഒരു ഇക്കോണമി ഹാഷ് ബാക്ക് എന്നുള്ള രീതിയിലാണ് വാങ്ങിയത്. പ്രത്യേകിച്ച് 2007 ഡീസൽ വന്ന സമയത്ത് നല്ല ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടായിരുന്നു. പക്ഷേ കുറേയൊക്കെ എന്തൂസിയാസ് വാങ്ങിയായിരുന്നു, കാരണം വണ്ടി ഓടിക്കാൻ നല്ലായിരുന്നു ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും. പക്ഷേ എന്നാലും ആൾക്കാർ മൈലേജൊക്കെ നോക്കി ഇഷ്ടം പോലെ ഫാമിലീസൊക്കെ ഈ വണ്ടി വാങ്ങി. അത് കഴിഞ്ഞ് പിന്നെ മാരുതി സുസുക്കി അല്ലെങ്കിൽ സുസുക്കി ഈ വാഹനത്തിൻ്റെ ഇന്ത്യയിൽ ഏത് ജനറേഷൻ അപ്ഡേറ്റ് ചെയ്താലും അവർ കൂടുതലും കംഫർട്ടും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സസ്പെൻഷൻ ട്യൂണിങ്ങും സംഭവങ്ങളൊക്കെയാണ് പിടിക്കാറുള്ളത്. ഫസ്റ്റ് ജെൻ സ്വിഫ്റ്റ് ഭയങ്കര സ്റ്റിഫായിരുന്നു. സെക്കൻഡ് ജെൻ സ്വിഫ്റ്റ് കുറച്ച് ലൂസായി. തേർഡ് ജെൻ സ്വിഫ്റ്റ് ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള റൈഡായി. ഫോർത്ത് ജെൻ സ്വിഫ്റ്റിൽ അവർ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് സസ്പെൻഷൻ്റെ കാര്യത്തിൽ പിടിച്ചിരിക്കുന്നത്. അതായത് പണ്ടൊക്കെ ഭയങ്കര സ്റ്റിഫായിട്ടുള്ള റൈഡായിരുന്നെങ്കിൽ ഇപ്പോൾ അത് നല്ല കംപ്ലൈൻ്റ് ആയിട്ടുള്ള റൈഡായിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ജനറേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റും സെക്കൻഡും ഒഴികെ ബാക്കി 2 ജനറേഷൻസിലും ഒരു സ്വിഫ്റ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒരു ഇത്തിരി ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുവരാണ് പൊതുവെ ചെയ്തിട്ടുള്ളത്. ഈ പ്രത്യേകിച്ച് എഞ്ചിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് ഏകദേശം 13 സെക്കൻഡ്സിലാണ് 0 to 100 എത്തിക്കൊണ്ടിരുന്നത്. അതും 20 വർഷം മുമ്പാണ് ആലോചിക്കണം. 2005 സ്വിഫ്റ്റ് വന്നത്, 20 19 വർഷം. എനിവേ എന്തെങ്കിലും ആവട്ടെ, അന്നത്തെ കാലത്ത് അതിന് 89 PS അടുത്ത് പവർ ഉണ്ടായിരുന്നു. 115 ന്യൂട്ടൺ മീറ്റേഴ്സ് എന്തോ ആയിരുന്നു ടോർക്ക്. അത് G13Bയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അകത്തും K12 എഞ്ചിൻ വന്നായിരുന്നു. നമ്മുടെ സെക്കൻഡ് ജനറേഷൻ സ്വിഫ്റ്റ് വന്നപ്പോൾ അതിൻ്റെ അകത്ത് K12 സ്റ്റാൻഡേർഡ് ആയിരുന്നു. പിന്നെ 1.3 മൾട്ടിജെറ്റ് ഡീസൽ ഉണ്ടായിരുന്നു. അതും ഏകദേശം 0 to 100 12 സെക്കൻഡ്സിനടുത്ത് 12.5 സെക്കൻഡ്സ് ആ റേഞ്ചിലാണ് എത്തിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ തേർഡ് ജനറേഷൻ വന്നു. അതും ഈ പറയുന്ന ലൈറ്റ്നെസ് ഒക്കെ വെച്ച് ഏകദേശം 900 kg ആയിരുന്നു അതിൻ്റെ വെയിറ്റ്. ആ ഒരു വെയിറ്റ് ഒക്കെ വെച്ച് ആ വണ്ടിയും അത്യാവശ്യം പെട്ടെന്ന് തന്നെ 0 to 100 എത്തുമായിരുന്നു. എന്ന് വെച്ചാൽ ഇക്കഴിഞ്ഞ 19 വർഷത്തിനുള്ളിൽ ഒരു സ്വിഫ്റ്റ് എടുത്ത് ഇത്തിരി കൂടെ സ്ലോ ആക്കുകയാണ് ചെയ്തത്. വലിയ പ്രോഗ്രസ് ഒന്നും അവർ സ്പോർട്ടി ക്യാരക്ടറിൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ല. പക്ഷെ അവിടെയാണ് അവർക്ക് ഈസി ആയിട്ട് ഈ വാഹനത്തിലൊരു സ്പോർട്ടി ക്യാരക്ടർ കൊടുക്കാൻ പറ്റുന്നു. പക്ഷെ അതവർ ചെയ്യില്ല. അവർക്ക് അപ്പുറത്ത് ഫ്രോങ്സിൽ അവർ കൊടുക്കുന്ന ഒരു 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനോട് ഇരിപ്പുണ്ട്. എനിക്ക് സത്യം പറഞ്ഞപ്പോൾ മനസ്സിലാവാത്ത എന്തിനാണ് അവർ ഫ്രോങ്സിലെ എഞ്ചിൻ കൊടുത്തതെന്നാണ്. അതാരും ഇപ്പോഴും ആരും വാങ്ങുന്നൊന്നുമില്ല. 20% എടുത്ത് ആ വാഹനത്തിന് സെയിൽസ് ഉള്ളൂ ടർബോയ്ക്ക്. ബാക്കി 80% ആൾക്കാർ എടുക്കുന്ന 1.2 തന്നെയാണ്. അതും ആ 1.2
1.2 തന്നെ ആകെപ്പാടെ ഡെൽറ്റ പ്ലസ് വരെ ഉള്ളൂ എന്നും കൂടെ ആലോചിക്കണം. ടോപ്പ് എൻഡിൽ 2 വേരിയൻസ് പിന്നെ ഉണ്ട്, സീറ്റയും ആൽഫയും. അതൊന്നും ആർക്കും വേണ്ട. ആൾക്കാർക്ക് ഈ ഡെൽറ്റ പ്ലസ് വരെ വരുന്ന 1.2 വേരിയൻസ് മതി. അത് അതിൻ്റെ പ്രൈസിങ് കൊണ്ടും കൂടെ ആയിരിക്കും. കാരണം ബലെനോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വലിയ പ്രൈസ് ഡിഫറൻസ് വരുന്നില്ല. 50,000 1 lakh അതൊക്കെയാണ് മാക്സിമം വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസിൽ ഏകദേശം ഇൻറ്റീരിയറൊക്കെ സെയിം ആണെങ്കിൽ നമുക്ക് ബാക്കി എക്സ്റ്റീരിയറിൽ ഇത്തിരിയും കൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ കിട്ടുന്നു. പിന്നെ ഏകദേശം ഗ്രാൻഡ് വിറ്റാര പോലത്തെ ലുക്കൊക്കെ ഫ്രണ്ടിൽ കിട്ടുന്നു. അതൊക്കെ കൊണ്ടായിരിക്കും. പക്ഷേ സുസുക്കി ബീങ് സുസുക്കി, ആ 1 ലിറ്റർ ബൂസ്റ്റർ സെറ്റ് ഇപ്പോഴും ഓൺ പേപ്പർ വലിയ പവറൊന്നുമില്ല. 100 bhp 147.8 Nm ടോർക്കേ ഉള്ളൂ. പക്ഷേ ആ വാഹനം ഭയങ്കര ഫാസ്റ്റാണ്. നമുക്കിപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് എഞ്ചിനുള്ള വാഹനം ഫ്രോങ്സ് ആണെന്ന് പറഞ്ഞാലും അതിൽ തെറ്റുണ്ടാവില്ല. ഫ്രോങ്സ് ഈ നമ്മുടെ സ്വിഫ്റ്റിനേക്കാൾ ഇത്തിരി കൂടെ ഹെവിയുമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് സ്വിഫ്റ്റിൽ അവർ RS എന്നും പറഞ്ഞ് ഇനി പ്രത്യേകിച്ച് വേറെ സസ്പെൻഷനൊന്നും കൊടുത്ത് വേറെ വണ്ടി ഇറക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഈ 1 ലിറ്റർ ബൂസ്റ്റർ സെറ്റ് ഇതിൻ്റെ അത് ചുമ്മാ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ധാരാളമാണ്. ഈ വണ്ടി ഭയങ്കര ഫാസ്റ്റായി. ഇപ്പോൾ ഉള്ളതിലൊക്കെ വളരെ വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് ഒരു വാഹനം ഇറക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ടോപ്പ് എൻഡിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വേണം സീറ്റിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പം ആൽഫയിൽ കൊടുത്താൽ പോരും. ഓട്ടോമാറ്റിക് കൊടുത്തില്ലെങ്കിൽ അതിന് ഭയങ്കര റേറ്റും വരാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ ഏകദേശം ഇപ്പോൾ ആക്ച്വലി അവർ എഞ്ചിൻ ഇവിടെ ഇന്ത്യയിൽ ലോക്കലൈസ്ഡ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 1 ലിറ്റർ ബൂസ്റ്റർ സെറ്റ് പണ്ട് അത് ഇമ്പോർട്ട് ചെയ്യായിരുന്നു. അതുകൊണ്ട് ബലെനോ RS ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ഇപ്പോഴും ഫ്രോങ്സ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പക്ഷെ എന്നാൽ പോലും അറ്റ്ലീസ്റ്റ് അവർ ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. പിന്നെ ഈ മാരുതി സുസുക്കി ഇന്ത്യയിൽ എപ്പോഴും അവർ ഏറ്റവും കൂടുതൽ വോളിയൂംസ് വിൽക്കുന്ന വണ്ടികളിലാണ് അവർക്ക് കൂടുതൽ പ്രോഫിറ്റും കിട്ടിക്കൊണ്ടിരുന്നത്. ഫ്രോങ്സിന് വോളിയൂംസ് ഉണ്ട്, പക്ഷേ ഈ പറയുന്ന 1 ലിറ്റർ ബൂസ്റ്റർ സെറ്റിന് വോളിയൂംസ് ഇല്ല. മിക്കവാറും അവർ അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ കുറച്ച് വണ്ടികൾ വിൽക്കാനായിട്ട്. അതുകൊണ്ടായിരിക്കാം കൂടുതൽ വണ്ടികളിലേക്ക് ആ ഒരു എഞ്ചിൻ അങ്ങോട്ട് വൈഡായി വരാത്തതും. ഇനിയിപ്പം കുറച്ച് കാലം കൊണ്ട് അവരെ നിർത്തുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്തായാലും ആരും വാങ്ങുന്നില്ല, അവരായിട്ട് വേറെ വണ്ടികളിലോട്ട് കൊടുക്കാനും പോകുന്നില്ല. ഞാനിപ്പം ഓൾറെഡി പറഞ്ഞായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, ഓട്ടോക്കാർ ഇന്ത്യയുടെ റിപ്പോർട്ട് വന്നതിൽ ഈ വാഹനത്തിൽ 1 ലിറ്റർ എഞ്ചിൻ വരില്ല എന്നവർ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതും മാരുതി സുസുക്കി ഈ വാഹനത്തിന് ലോഞ്ചിനിടയിൽ അവരോട് പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ അത് പ്രതീക്ഷിക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എല്ലാ കാലത്തെയും ഏത് ജനറേഷൻ സ്വിഫ്റ്റ് ആയാലും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന അതിൻ്റെ ഒരു സ്പോർട്ടി വേരിയൻ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുറച്ച് സ്പോർട്ടി ആയിട്ടൊക്കെ ഓടിക്കുന്ന ആൾക്കാരുടെ കേസിലൊക്കെ നോക്കുകയാണെങ്കിൽ. പക്ഷേ അത് അവർ ഇതുവരെ ഇറക്കിയിട്ടില്ല. 4 ജനറേഷൻസായി. ഈ 4ാമത്തെ ജനറേഷനിൽ ഇനിയിപ്പോൾ ഇറക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഇവർക്ക് ഇതിന് സത്യം പറഞ്ഞ ഏറ്റവും സ്പോർട്ടി വേരിയൻ്റ് ഇറക്കാൻ പറ്റിയ ജനറേഷൻ ഇതാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സമയം, അതായത് അവർ ഓൾറെഡി അതിന് പറ്റിയൊരു എഞ്ചിനോട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പുറത്ത് വരുന്ന 1.4 ബൂസ്റ്റർ സെറ്റ് ഒന്നും ഇവിടെ തരേണ്ട കാര്യമൊന്നുമില്ല. സ്വിഫ്റ്റ് സ്പോർട്ടിലൊക്കെ കൊടുക്കുന്ന പോലെ. അത് 140 bhp ഒക്കെ ഉള്ള ഹൈബ്രിഡ് പവർ ട്രെയിനൊക്കെ വരുന്ന വണ്ടിയാണ്, മൈൽഡ് ഹൈബ്രിഡ് ആണ്. എന്നാൽ പോലും അതിൻ്റെ അകത്ത് ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള മോഡലിൽ അവരിപ്പോൾ അത്രയും പവറൊന്നും കൊടുത്തില്ലെങ്കിലും നമുക്ക് 100 bhp ഒക്കെ കിട്ടിയാൽ മതി. അതിൽ തന്നെ ഈ വണ്ടി ഏകദേശം 10 സെക്കൻഡ്സിനടുത്ത് 0 to 100 എത്തും. ഇനി ഈ പ്രൈസ് പോയിന്റിൽ ഒരു സ്പോർട്ടി വണ്ടി വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ ഉള്ള ഓപ്ഷൻ ആകെപ്പാടെ നമ്മുടെ i20 എൻലൈനാണ്. അത് എടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഇത് എടുക്കാവുന്ന കാര്യമുള്ളൂ. അതുപോലെ ഈവൻ നമ്മുടെ ടാറ്റ അൾട്രോസ് റൈസറിൻ്റെ ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡീലർ ട്രെയിനിങ്ങും തുടങ്ങിയിട്ടുണ്ട്. ആ വണ്ടിയും വരുന്നുണ്ട്. ടാറ്റയ്ക്ക് വരെ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഇവർക്ക് ചെയ്താൽ എന്താണ് കുഴപ്പം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിവേ ഇതെനിക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു ടോപ്പിക്കാണ് ഇവരുടെ എഞ്ചിൻ ഉണ്ടായിട്ട് ഇവരെന്താണ് കൊടുക്കാത്തതെന്നുള്ളത്. അതുപോട്ടെ, ഞാൻ ജസ്റ്റ് ഈ ഒരു സംഭവം പറഞ്ഞതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തോളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.